ഹായ് ഫ്രണ്ട്സ്, മീ4ഇ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാന നിധിയുടെ രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നു. മീ4ഇ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ PM കിസാൻ സമ്മാന നിധി എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ന്യൂ ഫാർമേഴ്സ് രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ EKYC ഉണ്ട്, അതുപോലെ നോ യുവർ സ്റ്റാറ്റസ് ഉണ്ട്. നമുക്കിവിടെ PM കിസാൻ സമ്മാന നിധിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിന് നോ യുവർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു. ഇതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. PM കിസാൻ സമ്മാന നിധിയുടെ 20ാം ഗഡു വിതരണം ജൂൺ 18, 20 തീയതികളിൽ നടത്തപ്പെടും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി PM കിസാൻ പോർട്ടലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുടങ്ങാതെ കർഷക ഗഡു ലഭിച്ചുകൊണ്ടിരുന്ന കർഷകർക്കെല്ലാം ഈ 20ാം ഗഡു ജൂൺ മാസത്തിൽ ലഭിക്കുന്നതുമാണ്. അതിനുവേണ്ടി നിങ്ങൾ കൃഷിഭവനിൽ ചെന്ന് എൻറോൾ ചെയ്യേണ്ട ആവശ്യകത ഇല്ല. നിങ്ങൾക്ക് 21ാം ഗഡു മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കർഷക രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യേണ്ടത് അത്യാവശ്യകതയാണ്. അതിനുള്ള സമയവും എന്തെല്ലാം രേഖകളാണ് കൃഷിഭവനിൽ കൊണ്ടുപോകേണ്ടതെന്നും തുടർന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. നമുക്കിപ്പം നോ യുവർ സ്റ്റാറ്റസിൽ നമുക്കിവിടെ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. ആ രജിസ്ട്രേഷൻ നമ്പർ നമുക്കറിയില്ല. അതെങ്ങനെ വീണ്ടെടുക്കാം, അതെങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിന് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ആധാർ നമ്പർ ഉപയോഗിച്ചും നമുക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താം. ഞാനിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഈ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണിച്ചിരുന്ന ക്യാപ്ച അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഗെറ്റ് മൊബൈൽ OTP അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ആധാർ ലിങ്ക് രജിസ്റ്റേർഡ് ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ആ കർഷകൻ്റെ പേരും ഇവിടെ നമുക്ക് കാണാം. ഇങ്ങനെയാണ് PM കിസാൻ സമ്മാന നിധിയുടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. 2025 ജൂലൈ 31 മുൻപ് തന്നെ എല്ലാവരും കർഷക രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എന്നിവയാണ്. അഗ്രിസ്റ്റാക്ക് സൈറ്റ് വഴിയാണ് കർഷക രജിസ്ട്രി ചെയ്യുന്നത്. ഇതിപ്പോൾ കൃഷിഭവനിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ജൂലൈ 31 മുൻപ് ഈ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ എത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 21ാം ഗഡു മുതൽ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. 20ാം ഗഡു എന്ന് പറയുന്നത് 2025 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളുടെ 2000 രൂപയാണ്. അത് നിങ്ങൾക്ക് മുടങ്ങാതെ ജൂൺ 18, 20 തീയതികളിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്.